നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം. താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കിം എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുരിശുമുത്തപ്പന്റെ തിരുനാളിന് തുടക്കമായി. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. പീച്ചി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതി മന്ത്രി കെ രാജൻ സ്വിച്ച് ഓൺ ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചാ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ പിടികൂടി. വാർത്തകൾ വിശദമായി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം. കേരള സർക്കാരിന്റെ സംയോജിത വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഈ അധ്യയന വർഷം മുതൽ വിദ്യാലയം മിക്സഡ് ആക്കിക്കൊണ്ട് ഉത്തരവ് ലഭിച്ചത്. 1906 മിക്സഡ് സ്കൂളായിട്ടായിരുന്നു സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് 1967 ബോയ്സ് ഹൈസ്കൂളാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് പതിറ്റാണ്ടുകളായി ആൺകുട്ടികൾക്ക് മാത്രമുള്ള വിദ്യാലയമാക്കി മാറ്റുകയായിരുന്നു. PTA-കാരുടെ ഏറെ നാളത്തെ ശ്രമഫലമായാണ് വിദ്യാലയം മിക്സഡ് വിദ്യാലയമാക്കി മാറ്റാനുള്ള ഉത്തരവ് ലഭിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സർക്കാരിൻ്റെ നയം മിക്സ്ഡ് സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ PTA 2023-24 അധ്യയന വർഷത്തിൽ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം പെൺകുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നമ്മൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ DDDO തലത്തിലൊക്കെ വിസിറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഈ വർഷം മുതൽ ഈ 2025-26 അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾക്ക് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. 5ാം ക്ലാസ്സിലേക്കാണ് ഈ വർഷം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന KH ഹരിതയാണ് വിദ്യാലയത്തിൽ 1967 ശേഷം പ്രവേശനം നേടുന്ന ആദ്യ വിദ്യാർത്ഥിനിയായി മാറിയത്. പെൺകുട്ടികൾ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങൾ കൂടി ഒരുക്കി കഴിഞ്ഞ വർഷം നമ്മളിതിന് അപേക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് സമർപ്പിച്ചാണ്. അപ്പോൾ അത് ഈ വർഷം നമുക്കത് ഒരു സന്തോഷമായിട്ട് സമ്മാനമായിട്ട് സർക്കാരിൽ നിന്ന് അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഒരു അഡ്മിഷൻ ഹരിത KH എന്ന് പറയുന്ന ഒരു മിടുക്കി കുട്ടി ഇന്ന് ഇവിടെ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ ഹരിതയെ പ്രധാന അധ്യാപിക ജിഷ മാത്യു, PTA പ്രസിഡന്റ് മനോജ് വലയപുരയ്ക്കൽ, MPTA പ്രസിഡന്റ് സിബി സുരേഷ് എന്നിവർ ചേർന്ന് പൂച്ചെണ്ടും മധുരവും പാഠപുസ്തകങ്ങളും യൂണിഫോമും നൽകി സ്വീകരിച്ചു. താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കിം എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുരിശുമുത്തപ്പന്റെ തിരുനാളിന് തുടക്കമായി. രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്കു ശേഷം തിരുസ്വരൂപങ്ങൾ മദ്ബഹയിൽ നിന്ന് എഴുന്നള്ളിപ്പിനായി ഇറക്കി. തുടർന്ന് വീടുകളിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായി. വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന നൊവേന രൂപം വഹിച്ചുള്ള പള്ളി ചുറ്റി പ്രദക്ഷിണവും നടന്നു. രാത്രി 10:30 വിവിധ യൂണിറ്റുകളിലെ അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ മോൺസിഞ്ഞോർ ജോളി വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും വർണ്ണമഴയും ഉണ്ടാകും. പീച്ചി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതി മന്ത്രി കെ രാജൻ സ്വിച്ച് ഓൺ ചെയ്തു. സമൂഹത്തിലേക്കുള്ള ലഹരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ 3.5 കോടി മലയാളികളും സൈനികരെ പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ
പീച്ചി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതിയായ ഗാർഡിയൻ പ്രോജക്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതി വഴി മണ്ഡലത്തിൽ 300ഓളം ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിനെക്കുറിച്ചും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിൽ ASP ഹർദിക് മീണ അധ്യക്ഷനായി. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ വിശിഷ്ടാതിഥിയായി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ്, ഒല്ലൂർ ACP സുധീരൻ SP, പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ ഇൻചാർജ് കൂടിയായ ചിമ്മിനി റേഞ്ച് ഓഫീസർ മുഹമ്മദ് കാസിം എന്നിവർ സംസാരിച്ചു. പീച്ചി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ സ്വാഗതവും പീച്ചി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ DS ആനന്ദ് നന്ദിയും അറിയിച്ചു. നടുവില വരെയുള്ള ദൂരം എനിക്ക് തോന്നുന്നു ദീർഘമായിട്ടുള്ള ഒരു 10-15 വർഷക്കാലത്തിന് ശേഷം സ്വരാജ് റൗണ്ടിൽ നിന്ന് ആളുകൾക്ക് കാണാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇത്തവണ നമ്മൾ അതിനെ മാറ്റി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഇത്തിരി കടുത്തതായതുകൊണ്ട് അതിൽ പിടിക്കാതെ മറ്റൊരു വഴിക്ക് പോയി മാഗസീനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ കോടതിയുടെ സഹായത്തോടു കൂടി ഒന്ന് പൊളിച്ചെഴുതി വളരെ മനോഹരമായിട്ട് ആ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സതീഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. പുൽഗാമയിൽ അതിർത്തിയിൽ യുദ്ധപ്രതീതിയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണിത്. അതിർത്തി കാത്തു സൂക്ഷിക്കാൻ രാപ്പകലില്ലാത്ത വിധം ഇന്ത്യയുടെ 3 സൈന്യവും കണ്ണിൽ എണ്ണ ഒഴിച്ച് ശത്രുവിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കണം എന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിനതീതമായി ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇനി മരുന്ന് തേടി പുറത്തേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകില്ല. ആശുപത്രിയിൽ 24 മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. പഴയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ ആരംഭിച്ച ഫാർമസിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബു ദിനേശ് അധ്യക്ഷനായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ, ഫാർമസി ഇൻചാർജ് PK സുബ്രഹ്മണ്യൻ, പാലിയേറ്റീവ് നഴ്സ് സിനി എന്നിവർ പ്രസംഗിച്ചു. രാത്രി സമയത്ത് വരുന്നവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് പുറത്തുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് പണം കൊടുത്ത് വാങ്ങണമായിരുന്നു. മാത്രമല്ല, അസമയങ്ങളിൽ പുറത്ത് മെഡിക്കൽ ഷോപ്പുകളൊന്നും പ്രവർത്തിക്കാത്തതിനാൽ പലപ്പോഴും രോഗികളായി എത്തുന്നവരും ബന്ധുക്കളും മരുന്നിനായി നെട്ടോട്ടമോടുന്ന വളരെ പ്രയാസകരമായ സാഹചര്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തന്നെ ശമ്പളം കൊടുത്ത് ഫാർമസിസ്റ്റിനെ നിയമിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി തുടങ്ങാൻ തീരുമാനിച്ചത്. നിലവിൽ OP സമയത്ത് മാത്രമാണ് ഫാർമസി പ്രവർത്തിച്ചിരുന്നത്. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ലഭിക്കുന്ന മരുന്നിനു പുറമെ നഗരസഭയുടെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നതും നഗരസഭ താലൂക്ക് ആശുപത്രി വഴി നടത്തുന്ന പാലിയേറ്റീവ് പദ്ധതി പ്രകാരം വാങ്ങുന്നതുമായ മരുന്നും ഉള്ളതിനാൽ ഫാർമസിയിൽ മരുന്ന് ക്ഷാമം ഉണ്ടാകാനും സാധ്യതയില്ല. താലൂക്ക് ആശുപത്രികളിൽ അപൂർവം സ്ഥലങ്ങളിൽ മാത്രമാണ് 24 മണിക്കൂറും ഫാർമസി സൗകര്യമുള്ളൂ. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചാ കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ പിടികൂടി. പരിയാരം കാഞ്ഞിരപ്പള്ളി തേമാലിപ്പറമ്പിൽ വീട്ടിൽ ഷാജിയെയാണ് പിടികൂടിയത്. ചാലക്കുടി KSRTC സ്റ്റാൻഡിനടുത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രവീൺ, അരുൺകുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ICTAK പുരസ്കാരം കൊടകര സഹൃദയയ്ക്ക് വീണ്ടും ചരിത്രം ആവർത്തിക്കുന്നു. സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കേരള സർക്കാർ സ്ഥാപിച്ച ICT അക്കാദമി ഓഫ് കേരളയുടെ പ്രീമിയം അംഗത്വം 4ാം വർഷവും തുടർച്ചയായി നിലനിർത്തി. സംസ്ഥാനത്തെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഏതാനും സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഈ അംഗീകാരം സഹൃദയയുടെ അക്കാദമിക സാങ്കേതിക മികവിന്റെ പ്രതീകമായി വിലയിരുത്തുന്നു. ഉയർന്ന വിജയം നേടുന്ന വിദ്യാർത്ഥികളുടെ ശതമാനം, അധ്യാപകരുടെ നിലവാരം, AIT, NIT, LSC പോലെയുള്ള മുൻനിര സ്ഥാപനങ്ങളുടെ പരിശീലനം നേടിയവർ, ആധുനിക കമ്പ്യൂട്ടിംഗ് ലാബുകൾ, ശക്തമായ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം, കൂടുതൽ അഡ്മിഷൻ തുടങ്ങി നിരവധി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഹൃദയയ്ക്ക് ഈ നേട്ടം കരസ്ഥമാക്കാനായത്. വ്യവസായ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പാഠ്യപദ്ധതിയും നൂതന ആവശ്യങ്ങൾക്ക് അവസരം സൃഷ്ടിക്കുന്ന പഠന പരിസരവും വിദ്യാർത്ഥികളിൽ ഭാവിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് വളർത്തുന്ന സമീപനവുമാണ് സഹൃദയയുടെ മികച്ച നിലവാരത്തിന് പിന്നിൽ. ICTAK നടത്തുന്ന വിവിധ പരിശീലനങ്ങളിലേക്കും വ്യവസായ കേന്ദ്രീകരിച്ച പരിപാടികളിലേക്കും വിദ്യാർത്ഥികളും അധ്യാപകരും സജീവമായി പങ്കെടുക്കുന്നു. യാഥാർത്ഥ്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആധികാരികമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ പഠിപ്പിക്കുന്ന രീതിയാണ് ഇവിടേക്ക് ചെയ്യുന്നത്. ഈ അംഗീകാരം സഹൃദയയുടെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് വലിയ പിന്തുണ നൽകുന്നതാണ്. പുതിയ സംരംഭങ്ങൾക്കുള്ള വഴികൾ തുറക്കാനും കേരളത്തിന്റെ ടെക് ഭാവിയെ നയിക്കാനും ഈ അംഗീകാരം സഹായിക്കുന്നു. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു.
പൊയ്യ സ്വദേശി ഇട്ടിയത്ത് പറമ്പിൽ വീട്ടിൽ 43 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. പൊയ്യ മാനഞ്ചേരിക്കുന്നത്ത് കുട്ടിച്ചിറ പാലത്തിനു സമീപം വച്ച് നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു. ഉടൻ തന്നെ അനിൽകുമാറിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം. താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കിം എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുരിശുമുത്തപ്പന്റെ തിരുനാളിന് തുടക്കമായി. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഫാർമസി പ്രവർത്തനം ആരംഭിച്ചു. പീച്ചി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതി മന്ത്രി കെ രാജൻ സ്വിച്ച് ഓൺ ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ച കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.